ഇല്ലടി, നിന്റെ മോൻ തിണ്ട് കടന്നിട്ടേ ഞാൻ നേരത്തെ കയറി വന്നുണ്ട്. മിണ്ടാതിരിക്കും, കേട്ടാ അത് മതി. ഇനി മുട്ടുവേനയ്ക്ക് ആവ് പിടിച്ചില്ല. ഇല്ലെന്ന്. എന്റെ ബൈക്കിന്റെ കാര്യത്തിൽ തീരുമാനമായോ? ഇല്ല, ആകുമ്പം പറയാം. ഇവിടെ മുട്ടുമാറ്റ ശസ്ത്രക്രിയക്ക് കാശില്ലാണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു ബൈക്ക്. എല്ലാം കൂടി തപ്പറിക്ക് 1,00,000 രൂപ വേണം. നമ്മളിനിപ്പോ ബാക്കി എന്ത് ചെയ്യും? വെള്ളയില്ലാത്തടത്ത് മുങ്ങാൻ പറ്റുമോ? ചെറുക്കന്റെ ബൈക്കിന്റെ കാര്യം. ഓ, കഴിഞ്ഞ അമ്മേ. എന്റെ ബൈക്കിന് കാര്യം എന്തായി? ഇല്ല, നിനക്ക് ബൈക്ക് ഇല്ല. നിന്റെ കൂട്ടുകാരുടെ പോക്കേ അത്ര ശരിയല്ല. എടാ, കൂട്ടുകുടുംബം നല്ല കൂട്ടുകൂടണം. എന്ത് പറഞ്ഞാലും എന്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്തല പണി. എടാ, കള്ളം വാസുവിന്റെയും കുടിയൻ പത്രോസിന്റെയും മക്കളല്ലടാ നിന്റെ കൂട്ട്. കള്ളന്റെ മകനാണെങ്കിലും കുടിയന്റെ മകനാണെങ്കിലും അവരുടെ പൈസയുണ്ട്, അവർക്ക് ബൈക്കുമുണ്ട്. എന്റെ ബൈക്കിനകത്ത് എന്താ തീരുമാനം? ആദ്യം നിനക്ക് അപ്പനാരാ അമ്മയാരാ എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. പിന്നെ എൻ്റെ പൊന്നു മക്കൾക്ക് ഒരു വരുമാനം ഉണ്ടാകട്ടെ. അപ്പം നമുക്ക് ആലോചിക്കാം ബൈക്കിൻ്റെ കാര്യം. മീനാക്ഷി എന്ത് പറഞ്ഞാലും അത് വാങ്ങിക്കൊടുക്കും. ഞാൻ പറഞ്ഞ എനിക്ക് വാങ്ങി തരത്തുമില്ല. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അതിന് നീ രണ്ടാം കൂടിയാണോ? എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെയാ. അച്ചായുടെ മുട്ടിന്റെ ഓപ്പറേഷന് പൈസ ഇല്ലായിരിക്കുമ്പോഴോ ഒരു ബൈക്ക്. എന്ത് പറഞ്ഞാലും മുട്ടുവേദന, ഓപ്പറേഷൻ, അത് കഴിഞ്ഞ് ഒരു കാര്യം നടക്കാൻ പോകില്ല. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരുത്തനല്ലേ നീ. ആദ്യം നീ ഒരു ജോലി കണ്ടുപിടിക്കും, എന്നിട്ട് മതി. ബൈക്കുള്ളവനെ ജോലിയുള്ളൂ. എനിക്ക് എന്തായാലും ബൈക്ക് കിട്ടണം. നീ ആരടാ, മജിസ്ട്രേറ്റോ? ഓർഡറിടാ. വെറുതെ വാശി പിടിപ്പിക്കണ്ട. ഇപ്പം ഇതൊന്നും നടക്കില്ല. ഞാൻ നിങ്ങളുടെ പുതിയ വാങ്ങിത്തരാൻ പറഞ്ഞോ? പുതിയതും ഇല്ല, പഴയതും ഇല്ല. ഈ വീടിൻ്റെ സാഹചര്യം അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. എല്ലാവർക്കും ഉണ്ട് അപ്പൻ, എനിക്കും ഉണ്ട് ഒരെണ്ണം. അണ്ണൻ എന്നെ വട്ടായോ? അതെ, വട്ടായി. എല്ലാത്തിനും കാണിച്ചു തരാം ഞാൻ. മോനെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സമാധാനപ്പെട്, വഴിയുണ്ടാക്കാം. എനിക്ക് ബൈക്ക് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലടാ, ഇല്ല. നിന്റെ പ്രായത്തിലുള്ള പിള്ളേർക്കേ ഇതല്ല, ഇതിന്റെ അപ്പുറം തോന്നും. നിങ്ങൾ 3 പേരും കൂടെ പറയണത്. എനിക്ക് ബൈക്ക് വാങ്ങിച്ചതിന് ഞാൻ തൂങ്ങിച്ചോ? അത്തോ, നിന്റെ തീരുമാനം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. നിങ്ങൾ എന്നെ വാശി പിടിപ്പിക്കരുത്. നീ തൂങ്ങിച്ചത്താൽ നാട്ടുകാർ എന്നെ കുറ്റപ്പെടുത്തും. ഇനി ഞാൻ നിനക്ക് ബൈക്ക് മേടിച്ചു തന്നു നിനക്ക് വല്ല അപകടം പറ്റി മരിച്ചാല് നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. എനിക്ക് ഒന്നും കേൾക്കണ്ട. ബൈക്ക് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? മോനെ, അതിന് പണം വേണ്ടേ? നമ്മുടെ അലമല കാശിരിപ്പുണ്ടല്ലോ. അത് അച്ഛന്റെ ഓപ്പറേഷൻ ഇവിടെ വെച്ചേക്കുന്നതാ. ഓപ്പറേഷൻ ഒക്കെ പിന്നെ മതി, മരിക്കും കിടക്കൊന്നുമല്ലല്ലോ. എനിക്ക് ബൈക്ക് വേണം. വാങ്ങിക്കുന്നില്ല, കാണിച്ചു തരാം. കാണിക്കടാ, നീ കാണിക്ക്. വേണ്ടി വന്ന നീ ഞങ്ങളെ അങ്ങ് കൊല്ലുമായിരിക്കും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അപ്പറേ നമ്മയാലും കൊല്ലണമെന്ന് ഞാൻ കൊല്ലും. ഞങ്ങളെ കൊന്നിട്ട് നീ എവിടെ പോണ്ട്? നിന്റെ കുറെ കൂട്ടുകാരും കുറെ ബൈക്കും. കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറെ അലവലാതി കൂട്ടും പിടിച്ച് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഇതൊക്കെ എന്നോട് പറയാൻ. നിന്റെ പാട്ടിന് പോ. ഞാൻ ഇരിപ്പായതോടുകൂടി ഈ വീടിന്റെ അവസ്ഥ നിനക്കറിയാവോ? എന്തവസ്ഥ? ജോലിക്ക് പോകാതിരിക്കുന്നതോ? ഇതെല്ലാം അപ്പനെ തട്ടിപ്പാണെന്ന് എനിക്കറിയാം. എടാ നശിച്ചവനെ, ഇറങ്ങി പോടാ ഇവിടുന്ന്. നീ സമാധാനിക്ക്. അച്ചായുടെ ഓപ്പറേഷൻ കേട്ടെ വാങ്ങിത്തരാം. വേണ്ടമ്മേ, നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഞാൻ വേറെ വെള്ളുമ്പോൾ ജീവിച്ചോളാം. ചെല്ല്, നീ എവിടെയാണ് ചെല്ല്. എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറി തന്നാ മതി. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഒരു പിച്ചക്കാരെ പോലെ തരം താഴുകയാണ് ഞാൻ. അണ്ണന്റെ കൂട്ടുകാർ ശരിയല്ല. എന്നോട് പല പ്രാവശ്യം മോശമായി പെരുമാറിയിട്ടുണ്ട്. ഞാൻ പറയാഞ്ഞിട്ടാ. നിന്റെ കൂട്ടുകാരുടെ സ്വഭാവത്തെ പറ്റി മോള് പറഞ്ഞ കേട്ടോ? ഇത് അച്ഛന്റെ ഓപ്പറേഷൻ വെച്ച പണമാണ്. അമ്മ അണ്ണനെ കളയുന്നേ. എന്താ തെറ്റായി പോയോ? അവന്റെ ഭീഷണിക്ക് മുമ്പ് നീ വഴങ്ങി. ഇനി പലതും ഇതേപോലെ ഉണ്ടാകും. അത് നീ ഓർത്തോ. അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. ഹലോ. അപ്പു
നിന്റെ മകന്റെ കൂട്ടുകാരെ എക്സസൈസ് നോക്കിയടാ. ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്, നീ നോക്കിക്കേ. ദേ നിന്റെ കൂട്ടുകാർ ലഹരി മരുന്നുമായി പിടിയിൽ. എടാ നിന്റെ പെങ്ങളും കൂട്ടുകാരും പോകുമ്പോ നിന്റെ കൂട്ടുകാർ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു നിനക്കറിയാവോ? അണ്ണനെ ഓർത്തിട്ടാ അവന്മാരുടെ കർണത്തിട്ട് ഓരോന്ന് കൊടുക്കേണ്ട നേരം കഴിഞ്ഞു. നിനക്ക് കാശൊക്കെ കിട്ടിയല്ലോ അല്ലേ, സന്തോഷമായി. പോയി വണ്ടി വാങ്ങി, വണ്ടിയൊക്കെ മേടിച്ച് ഒന്ന് കറങ്ങി ഇട്ടോണം. ഈ പടി ചവിട്ടരുത്.